രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവുണ്ടായിരിക്കുന്നു. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് ഇന്ന് കൂടിയത്. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് വീണ്ടും വർധനയുണ്ടായത്. ഒരു ഭാഗത്ത് പാചകവാതക പ്രതിസന്ധിയും വിലക്കയറ്റവും, ഇപ്പോൾ ഇന്ധന വില വർധനയും. മാസ ബജറ്റ് മൊത്തത്തിൽ താളതെറ്റുന്ന സ്ഥിതിയാണ്. കോഴിക്കോട് നിന്നും അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്കാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും പെട്രോളിന്റെയും ഡീസലിന്റെയും വില റോക്കറ്റിനേക്കാൾ വേഗത്തിലാണ് കുതിക്കുന്നത്. 110 രൂപയാണ് കോഴിക്കോട് ജില്ലയിലെ ഇന്നത്തെ പെട്രോളിന്റെ വില. സാധാരണക്കാർ എങ്ങനെയാണ് ജീവിക്കുക? അവരോട് തന്നെ ചോദിക്കാം. പെട്രോളിന്റെ വില കൂടിയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഓട്ടോ തൊഴിലാളികളുടെ കാര്യം പറ്റാത്തതാണ്. കാരണം ഇപ്പം തന്നെ മിനിമം 1.5 കിലോമീറ്റർ കോഴിക്കോട് സിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഓടിയിട്ട്, കാരണം റോഡിൻ്റെ ബ്ലോക്ക് കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇപ്പം ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ദാരിദ്ര്യത്തിൽ കിടന്ന് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ്റുകൾ ഇങ്ങനെ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ കാര്യം പറ്റിയ ദയനീയമാണ്. വരവ് കൂടുന്നില്ല, സെയിമാണ്. ചിലവ് പെട്രോളിൻ്റെ കൂടുമ്പം എല്ലാ സാധനങ്ങളുടെയും കൂടും. സാധാരണക്കാർ മുതൽ എല്ലാവരും, മറ്റവർക്ക് പിന്നെ ചിലപ്പോൾ അഫോർഡബിൾ എന്ന് പറയാനില്ലല്ലോ, എല്ലാവർക്കും കൊടുക്കുന്ന പ്രശ്നം തന്നെയാണ്. ഈ ഡീസൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ ഇനി പച്ചക്കറിയുടെ കൂടും. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില നാളെ മുതൽ കൂടാൻ പോകുന്നു. എന്തർത്ഥത്തിലും ഡീസലിൻ്റെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അത് എഫക്റ്റാണ്. പ്രയാസമാണ്, വളരെ കഷ്ടപ്പാടാണ്. ഇത് മീൻ വിറ്റിട്ട് നമ്മൾ ജീവിക്കണ്ടേ? നമുക്കെല്ലാം പെട്രോളിനും ഡീസലില്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ. അന്നത്തെ ജീവിതം തന്നെ ആ മാർഗത്തിലൊക്കെ പിന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം വളരെ പ്രയാസങ്ങളാണ്. സാധാരണക്കാർക്ക് ഇത് ഇപ്പോഴല്ലല്ലോ കൂടുന്നത്, ഇതിങ്ങനെ ഇടക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിലൊരു മാറ്റം വരുത്തണം. ഈ കൂടിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിൽ മാറ്റം വേണം. ഇത് പ്രയാസം തന്നെയാണ്. ഗ്യാസ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഡീസലിനും പെട്രോളിനും വില കൂടി. എൻ്റെ വണ്ടി LPG ഗ്യാസാണ്. അത് കോഴിക്കോട് സിറ്റിയിൽ ആകെ ഒരു പമ്പേ ഉള്ളൂ. അത് 60 റുപ്യ ഉള്ളത് 100 റുപ്യയായി മാറി, 98 റുപ്യയായി മാറി. പെട്രോളിനാണെങ്കിൽ അതേപോലെ തന്നെ. ഇപ്പോൾ പെട്രോൾ അടിച്ചിട്ടാണ് വണ്ടി ഓടുന്നത്. ഇപ്പോൾ പെട്രോളിനും വില കൂടി. നമുക്ക് പിന്നെ ബെനിഫിറ്റ് കുറയാന്നല്ലാതെ യാതൊരു ഇതുമില്ലല്ലോ. ഇതുകൊണ്ട് ഇത് ജനങ്ങളെ നല്ലോണം ബാധിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. 5 റുപ്യ എന്ന് അറിയിക്കാന്നില്ല, 1 റുപ്യ കൂടിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വിപ്ലവം ഉണ്ടാക്കുന്ന പിന്നെ സ്ഥലമാണ്. ഇപ്പം 5 റുപ്യ 10 റുപ്യ ഒന്നും ഒരു വിഷയമില്ലാതായി മാറിയിട്ടുണ്ട് എല്ലാവർക്കും. അങ്ങനെ പോയി ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അത് മാത്രമല്ല ഞങ്ങൾ എല്ലാവരും കൂടിയാണ്. അപ്പോൾ നമുക്കിതിനെ പറ്റിയിട്ട് പറയാനുള്ളതാണ്, ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പെട്രോളിൻ്റെ പദ്ധതിയിൽ കൂടെ. അപ്പോൾ മൊത്തത്തിൽ ഗ്യാസ്, പെട്രോള് മൊത്തത്തിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടാണ്. പാചകവാതകം കിട്ടാനുണ്ടെങ്കിൽ തന്നെ അതിന് വില കൂടുതലാണ്. പച്ചക്കറിയും പലവ്യഞ്ജനത്തിനും അടക്കം വില കുതിച്ചുയരുന്നു. പെട്രോളിനും വില കൂടുകയാണ്. നിത്യ വരുമാനക്കാരും മാസം തുച്ഛമായ ശമ്പളമുള്ളവരും എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ള ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.